അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സിഹറിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഖുർആനുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതിൽ സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം ചെയ്തവർക്ക് സിഹർ ബാധിക്കുകയില്ല. അതുപോലെ ആയത്തുൽ കുർസി ഇത് ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്തവരെ പിശാച് അവരുടെ അടുത്തേക്ക് വരികയില്ല. മൂന്നാമത് അൽ ബഖറ സൂറത്ത്. ഈ അൽ ബഖറ സൂറത്ത് വീട്ടിൽ സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ ആ വീടുകളിലേക്ക് പിശാചുക്കൾ പ്രവേശിക്കുകയില്ല. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് ഫലക്ക്, നാസ്, ഈ 3 സൂറത്തുകളും പിശാചിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നമ്മൾ സ്ഥിരമായി ഓതേണ്ട സൂറത്തുകളാണ്. അതുപോലെ തന്നെ തൗഹീദ് ശക്തിപ്പെടുത്തുക, അള്ളാഹുവിലുള്ള വിശ്വാസം അത് ദൃഢമാകണം, ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം റബ്ബിൽ. അതുപോലെ മന്ത്രവാദം, ജ്യോതിഷം എന്നിവ ഒഴിവാക്കണം. ഇത്തരം കൂടോത്രം ചെയ്യുന്ന ആളുകളെ സമീപിക്കാൻ പാടില്ല. ഇത്തരം ആളുകളുമായി ഇടപഴകിയാൽ ആ സിഹറിൻ്റെ പ്രയാസങ്ങൾ അത് ആ ഇടപഴകിയ ആളുകളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് വളരെയധികം ഗൗരവപരമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണിത്. ഒരു സിഹർ ഒരാൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വീട് മൊത്തം വ്യാപിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സമ്പാദ്യത്തിൽ ബർക്കത്തില്ലാതെ ആകും, നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്തില്ലാതെ ആകും, നമ്മൾ കൈവെക്കുന്ന എല്ലാ മേഖലയിലും ബർക്കത്തില്ലാതെ ആകും. അതുകൊണ്ട് കൈനോട്ടക്കാരെയോ ജ്യോത്സ്യന്മാരെയോ ഇത്തരം മന്ത്രവാദികളെയോ നമ്മൾ സമീപിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.